മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയെ ഉപദ്രവിച്ചതും ക്രൂരമായിട്ട് മർദ്ദിച്ചതും തന്നെ മഹാലക്ഷ്മിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ലേഖ പറയുന്നുണ്ട് അനന്തവേട്ടനോടും കണ്ണേട്ടനോടും ചോദിച്ച് ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ മഹി പറയുകയാണ്, ഇതിനു മുന്നും അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം ക്രൂരമായിട്ട് അവർ ഇങ്ങനെ ചെയ്യാൻ എന്ത് തെറ്റ് എന്റെ അമ്മ ചെയ്തതെന്നൊക്കെ ചോദിച്ചു മഹി കരയുന്നുണ്ട്. അങ്ങനെ കണ്ണനും അനന്തവും അവസാനമായിട്ട് തീരുമാനം പറയുകയാണ് അവരെ നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കണമെന്ന്. സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ട് ഒരു കേസ് എടുക്കണമെന്നും വാദിക്കാൻ വക്കീൽ ഫീസ് പോലും വേണ്ട താനും കണ്ണനും ഉണ്ടെന്ന് അനന്ത് പറയുന്നു. അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ കാരണം ഭർത്താവിന്റെ അമ്മയെയും ജയിലിലേക്ക് കയറ്റി എന്നുള്ള പേരൊക്കെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കേണ്ട എന്നും, അതുപോലെ ഇത് കേസാക്കിയില്ലെങ്കിൽ വീണ്ടും അവരിത് തുടർന്നു പോകുമെന്നൊക്കെ ലേഖയും മഹാലക്ഷ്മിയും പറഞ്ഞു മനസ്സിലാക്കുന്നു. അവസാനം മോഹിനി അതിന് വഴങ്ങുന്നുണ്ട്. പിന്നീട് പ്രതാപനെയും മുത്തശ്ശിയെയും പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മുത്തശ്ശിയുടെ വയസ്സിന് പോലും പരിഗണന കാണിക്കാതെ തന്നെയാണ് അവർ മുത്തശ്ശിയെയും ഉപദ്രവിക്കുന്നത്. കാരണം അത്രത്തോളം തെറ്റ് തന്നെയാണ് മുത്തശ്ശിയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്റെ അമ്മയെ തൊട്ടുപോകരുത്, ഇതൊക്കെ അവളുടെ കള്ളക്കേസാണെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ടെങ്കിൽ, ആഹാ അങ്ങനെയാണോടാ, അവളുടെ കള്ളക്കേസാണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു SI ആണെങ്കിൽ പ്രതാപനെ ലോക്കപ്പിലിട്ട് ഇഞ്ചം പരുവത്തിൽ ചതച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പുറത്തുനിന്ന് കരയാണ്, അയ്യോ സാറേ എന്റെ മോനെ തല്ലല്ലേ, അവനൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ അവള് വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോ, ദേ സ്ത്രീയാണെന്നുള്ള പരിഗണനയും പിന്നെ നിങ്ങളുടെ വയസ്സ് മാനിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കാതെ അവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മിണ്ടി പോവരുത്, മകനെ തല്ലുന്നത് നിങ്ങൾ കാണണം, കാരണം നിങ്ങളും ഇതുപോലെ ആസ്വദിച്ചതല്ലേ ആ സ്ത്രീയെ ഇവൻ തല്ലിച്ചതയ്ക്കുമ്പോ, അതുകൊണ്ട് കണ്ണ് തുറന്ന് കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ SI ആണെങ്കിൽ വീണ്ടും വീണ്ടും തലങ്ങും വനങ്ങും ഇട്ടു അടിക്കുകയാണ് പ്രതാപനാണെങ്കിൽ ജീവന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, എന്നെ തല്ലല്ലേ സാറേ, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ചെയ്ത തെറ്റിന് എന്തായാലും നീ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ, അതുകൊണ്ട് ഞാൻ തരുന്നതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചേക്കും, ഇതുപോലെ നിലവിളിച്ചതല്ലാതെ അതിന്റെ ഭാര്യ, എന്നിട്ട് നീ വിട്ടയച്ചോ എന്നൊക്കെ ചോദിച്ച് പ്രതാപനെ നന്നായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി കരയുന്ന കണ്ടിട്ട് ലേഡി കോൺസ്റ്റബിൾസ് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കൺമുന്നിൽ ഇട്ടിട്ടല്ലേ നിന്റെ മരുമകളെ തല്ലിയത്, അപ്പൊ നീ ഇതുപോലെ വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞില്ലല്ലോ, അതുകൊണ്ട് മിണ്ടി പോവരുത്, അവിടെ സാറ് ചെയ്തത് നോക്കി നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ മുത്തശ്ശി ആണെങ്കിൽ അലറി കരയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയെയും പ്രതാപനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിവരം കരുണ അറിയുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവരെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്താ അച്ഛാ, എന്താ മുത്തശ്ശി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ, അത് മോളെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് നിന്റെ അമ്മ ഇറങ്ങി പുറപ്പെട്ടു, അപ്പോ തടഞ്ഞപ്പോ അവള് ധിക്കാരത്തോടെ സംസാരിച്ചു, അതിന്റെ ദേഷ്യത്തിൽ പ്രതാപനൊന്നും തല്ലി, അത് സത്യം തന്നെയാണ്, പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോ? ആ മഹാലക്ഷ്മിയെ മോളെ ഇതിനൊക്കെ പിന്നാലെ നീ എത്രയും പെട്ടെന്ന് കണ്ണനെ വിവരം അറിയിക്കണം, അവൾക്ക് മറുപടി കൊടുത്തേ മതിയാകൂ, അവള് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി, നിന്റെ അമ്മയുണ്ടല്ലോ അവൾ വന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ പറയുമ്പോ പ്രതാപനെ നോക്കി കരുണയാണെങ്കിൽ കരയുന്നു. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അത് പിന്നെ മോളെ അപ്പോഴത്തെ ദേഷ്യത്തിൽ എല്ലാം അങ്ങോട്ട് തീർത്തതാ, എന്തായാലും മോള് ചെന്നൊന്ന് കാണ്, അല്ലാതെ വേറെ നിവർത്തിയില്ല, അച്ഛനും മുത്തശ്ശിക്കും ഇവിടെ നിന്നും ഇറങ്ങാനും പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി വേറെ ആരാ വരാനുള്ളത്, ഉണ്ണിയും മോളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ആ അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ല്, അവൾ അവിടെ തന്നെ കാണും, അവിടെയാണല്ലോ ഇപ്പൊ അവളുടെ മോളുള്ളത്, അതുകൊണ്ട് അവിടെ ചെന്ന് നിന്റെ അമ്മയോട് കേസ് പിൻവലിക്കാനായിട്ട് പറയുന്നൊക്കെ മുത്തശ്ശി പറയണം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അവളുടെ കാല് പിടിക്കാൻ ഞാൻ പോകില്ല മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോ, മോളെ അവളുമാര് വിചാരിക്കണം ആ മോഹിനിയും ലക്ഷ്മിയും, അല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും തന്റെ മുത്തശ്ശിക്കും അച്ഛനും വേണ്ടിയിട്ട് കരുണയാണെങ്കിൽ ആ ഒരു നാണം കെട്ട പരിപാടി ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതായത് അവളെ സംബന്ധിച്ച് കൊല്ലുന്ന പോലെയാണത്, മഹാലക്ഷ്മിയുടെ കാൽക്കൽ ചെന്ന് വീഴുക എന്നത്. അനന്തുവിന്റെ വീട്ടിലാവട്ടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കുകയാണ്. കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്തായാലും കോള് വരാൻ ചാൻസ് ഉണ്ട്, കാരണം കരുണ ഉണ്ണിയൊക്കെ തന്നെ അവസാനം എന്നെ മാത്രമേ ആശ്രയിക്കുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല, ഞാൻ വീട്ടിലേക്ക് പോട്ടെ, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അനന്ത് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാമെന്ന്. പെട്ടെന്നാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. കണ്ണൻ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്, അനന്തവും കാറിൽ കയറാനായിട്ട് പോകുന്നു. അങ്ങനെ ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് കണ്ണനും അനന്തവും ലേഖയും മഹാലക്ഷ്മിയും എല്ലാവരും ഒരുപോലെ ഷോക്ക് ആവുന്നുണ്ട്. അത് മറ്റാരുമല്ല കരുണയാണെങ്കിൽ കണ്ണൻ അവിടെയുള്ള കാര്യം അറിയാത്തതുകൊണ്ട് തന്നെ കാറിലേക്കൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കണ്ണൻ വേഗം തന്നെ സീറ്റ് കുറച്ചുകൂടി താഴ്ത്തി അതിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അനന്തു കയറിയ പാടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ലേഖ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും പുറത്തിറക്കണം, അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് പറയുമ്പോ, അതിന് നിന്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞു? ദേ നിങ്ങൾ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ, അമ്മയെ ഇറക്കി വിട്, എനിക്ക് സംസാരിക്കാം. നിന്റെ അമ്മയോ? അതെങ്ങനെ നിനക്ക് അമ്മയായിട്ട് വരും? നീ ആ അമ്മയെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ലേഖ ചോദിക്കുമ്പോ, അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം, നിങ്ങൾ ഇടപെടണ്ട,
അങ്ങനെ മഹി പറയുന്നുണ്ട്, എന്റെ അമ്മയെ ക്രൂരമായിട്ടാണ് നിന്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് തല്ലി ചതച്ചത്. ഇതിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ച് മതിയാകൂ, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കും. അവരെ ഇപ്പോഴൊന്നും ഇനി പുറത്തിറങ്ങാൻ പോകുന്നില്ല കരുണെ. നീ നിന്റെ പണി നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോ, നീ നീയപ്പോ കരുതി കൂടി തന്നെയാണല്ലേ എന്നിങ്ങനെ കരുണ ചോദിക്കുന്നു. അതേടി, അത്തരത്തിലാണ് നമ്മുടെ അമ്മയെ അവർ തല്ലി ചതച്ചിരിക്കുന്നത്. നീ പോയി ചെന്ന് കണ്ടു നോക്ക് അമ്മയുടെ മുഖം. നിനക്ക് വേദനിക്കില്ല, കാരണം നീ എന്ത് ചെയ്താലും അവർക്കൊപ്പമാണല്ലോ. അതുകൊണ്ടേ ഈ കേസിൽ നിന്നും നിന്റെ മുത്തശ്ശിക്കും നിന്റെ അച്ഛനും തടിയൂരി വരാനൊന്നും കഴിയില്ല, അത് ഉറപ്പാണെന്ന് ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നു. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, ഇത് കേസായി കോടതിയിൽ എത്തിക്കാൻ തന്നെയാണ് തീരുമാനം. എന്നെ കുറിച്ച് കരുണയ്ക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വാദിച്ച കേസൊന്നും ഇതുവരെ തോറ്റിട്ടില്ല. കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടേ കരുണ വന്ന വഴി വിടുന്നതായിരിക്കും നല്ലത്. അവരോട് കുറച്ചു ദിവസം കിടക്കട്ടെ. ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവളാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വിറയ്ക്കുന്നു. അപ്പോ നിന്ന് നാണം കെടുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.